Yes. So hello everyone. Welcome to Royals Academy. സോ യു ജി സി നെറ്റ് ജൂൺ 2026 ബന്ധപ്പെട്ടിട്ട് ഒരുപാട് പേർക്ക് പല തരത്തിലുള്ള സംശയങ്ങളുണ്ട്. എനിക്ക് പേഴ്സണലി മെസ്സേജ് അയക്കുന്ന ആളുകളുണ്ട്, നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ചോദിക്കുന്ന ആളുകളുണ്ട്. അപ്പൊ ഈ എല്ലാ സംശയങ്ങളും ഞാൻ ഒരുമിച്ച് കൂട്ടി വെച്ചുകൊണ്ട് ആ എല്ലാ സംശയങ്ങൾക്കുള്ള ഒരു ഫൈനൽ ആൻസർ ആണ് ഈ കംപ്ലീറ്റ് വീഡിയോ എന്ന് പറയുന്നത്. ഓക്കെ, അതായത് യു ജി സി നെറ്റ് ജൂൺ 2026 ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ സംശയങ്ങൾക്കുള്ള സൊല്യൂഷൻ ഞാൻ ഈ ഒരു വീഡിയോയിൽ കംപ്ലീറ്റ് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഈ ഒരു സൈക്കിളില് പ്രധാനമായിട്ട് വന്നിട്ടുള്ള ഒരു കുറച്ച് അപ്ഡേഷൻസ് ഉണ്ട്. അതിൽ ഫസ്റ്റ് അപ്ഡേഷൻ ആണ് ഡിജി ലോക്കറുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു അപ്ഡേഷൻ. ഓക്കെ, അതായത് യു ജി സി നെറ്റ് നമ്മൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഡിജി ലോക്കറിന്റെ ആ ഒരു അക്കൗണ്ട് നിർബന്ധമാണ്. അപ്പൊ എങ്ങനെയാണ് ഡിജി ലോക്കറിന്റെ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക? വളരെ പെട്ടെന്ന് ഈസി ആയിട്ടുള്ള പ്രോസസ്സാണ്. വളരെ പെട്ടെന്ന് ഞാൻ പറഞ്ഞു പോകും. ഓക്കെ, എങ്ങനെയാണ് അത് ചെയ്യേണ്ടതെന്ന് ഞാൻ പറഞ്ഞുതരും. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് എങ്ങനെ ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞുതരും. രണ്ടാമത്തെ ഒരു കാര്യമാണ്, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടല്ലേ, ഇന്ന് അതായത് ഞാൻ ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുന്നത് മെയ് 8-ാം തീയതിയാണ്. ഇന്ന് ഒരു പുതിയൊരു നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. അതായത് സബ്ജക്റ്റ് സെലക്ട് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട്, അതിപ്പോ പല ആളുകൾക്ക് മൾട്ടിപ്പിൾ പി ജി ഉണ്ടാവും അല്ലെ. ഇപ്പം എം.കോമും MBA ചെയ്ത ആളുകളുണ്ടാവും, MA എക്കണോമിക്സ് MA സൈക്കോളജി ചെയ്ത ആളുകളുണ്ടാവും. അപ്പൊ ഇങ്ങനെയുള്ള ആളുകൾ പലപ്പോഴും എല്ലാ സൈക്കിളിലും എന്ത് ചെയ്യും, രണ്ട് എക്സാമിന് അപ്ലൈ ചെയ്യും. ഫോർ എക്സാമ്പിൾ, എനിക്ക് M.Com MBA ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ കൊമേഴ്സിനും മാനേജ്മെന്റിനും അപ്ലൈ ചെയ്യും. ഓക്കെ, അപ്പൊ അങ്ങനെ അപ്ലൈ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടിട്ട് കൃത്യമായിട്ടുള്ള പുതിയൊരു സർക്കുലേഷൻ വന്നിട്ടുണ്ട്. സോ ആ ഒരു അപ്ഡേഷൻ നമ്മൾ ഈ ഒരു ഭാഗത്ത് ഡിസ്കസ് ചെയ്യും. പിന്നെ പ്രധാനമായിട്ടുള്ള മൂന്നാമത്തെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കാസ്റ്റ് സർട്ടിഫിക്കറ്റുമായി ബന്ധപ്പെട്ടുള്ള ഒരുപാട് സംശയങ്ങളുണ്ട്. അതില്ലാത്തവർ എന്ത് ചെയ്യും? ഓക്കെ, അതിന് അപ്ലൈ ചെയ്യുന്ന നമ്മൾ ഏത് രീതിയിലാണ് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത്? ഓക്കെ, സോ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. എന്റെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ എന്ന് പറയുന്നത്, ഈ 4 ഇയർ യു ജി കഴിഞ്ഞ് ഇന്റഗ്രേറ്റഡ് ആയിട്ടുള്ള യു ജി കഴിഞ്ഞ ആളുകൾക്ക് നെറ്റിന് അപ്ലൈ ചെയ്യുന്ന സമയത്ത് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം? ഈ 4 കാര്യങ്ങൾ പ്രധാനമായിട്ട് ഈ കറണ്ട് സൈക്കിൾ വന്നിട്ടുള്ള അപ്ഡേഷൻസ് നമ്മൾ പ്രധാനം ഡിസ്കസ് ചെയ്യേണ്ടത്. അതിന്റെ കൂടെ തന്നെ ഈ വേറെയും ഒരുപാട് വിഷയങ്ങൾ, ഇമ്പോർട്ടന്റ് ഡേറ്റ്സ്, ആപ്ലിക്കേഷൻ ഫീ, കറക്ഷൻ വിൻഡോയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, എലിജിബിലിറ്റി ക്രൈറ്റീരിയ, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യുന്നതായിരിക്കും ഈ ഒരു ഭാഗത്ത് ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ ഫസ്റ്റ് നമുക്ക് ഫസ്റ്റ് പ്രധാനപ്പെട്ട ഡേറ്റ് ഏതൊക്കെ നമുക്ക് നോക്കാം. സോ ഇതിൽ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നപ്പോഴാണ് 29 ഏപ്രിൽ 2026 ഓക്കെ, ലാസ്റ്റ് ഡേറ്റ് ഇപ്പൊ മെയ് 20-നാണ്. ഓക്കെ, ഇപ്പൊ ഇന്നിപ്പോ 8-ആണ്. അപ്പൊ മെയ് 20-നാണ് ലാസ്റ്റ് ഡേറ്റ്. അപ്പൊ 2 ദിവസം മുന്നെങ്കിലും ലാസ്റ്റ് ദിവസം കാത്തിക്കാതെ പെട്ടെന്ന് നിങ്ങൾ എന്ത് ചെയ്യുക, അപ്ലൈ. ലാസ്റ്റ് ദിവസം ആകുന്ന സമയത്ത് സൈറ്റൊക്കെ ജാമാനുള്ള സാധ്യത കുറച്ചും കൂടി കൂടുതലാണ്. അതുപോലെ തന്നെ ലാസ്റ്റ് ഡേറ്റ് ഫോർ ഫീ പേയ്മെന്റ് എന്താണ്, സെയിം ഡേറ്റിൽ തന്നെയാട്ടോ. ഓക്കെ, അതായത് 20-ാം തീയതിയാണ് ആപ്ലിക്കേഷൻ അവസാനിക്കുന്നതും ഫീ പേ ചെയ്യേണ്ട അവസാന ഡേറ്റും എന്താണ്, 20 മെയിലാണ്. അതുപോലെ തന്നെ കറക്ഷൻ വിൻഡോ 22 ടു 24, 22 മുതൽ 24 മെയ് വരെയാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക, കറക്ഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. അപ്പൊ എന്തൊക്കെ കാര്യങ്ങൾ കറക്റ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ഞാൻ വരുന്ന സ്ലൈഡ്സിൽ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. പിന്നെ അഡ്മിറ്റ് കാർഡ് റിലീസ് വരുന്നത് ജൂൺ 15-നാണ്. എക്സാം ഡേറ്റ് വരുന്നത് 22 മുതൽ 30 ജൂൺ വരെയാണ്. ഓക്കെ, ഇതാണ് ഡേറ്റ്സ്. ഓക്കെ, പ്രധാനപ്പെട്ട തീയതികളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കാൻ പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ. ഇനി ആപ്ലിക്കേഷൻ ഫീലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ജനറലിന് 1150 രൂപയാണ്. OBC NCL EWS ഇവർക്ക് 600 രൂപയാണ്. അതുപോലെ തന്നെ SC ST PWD തേർഡ് ജെൻഡർ ഇവർക്ക് 325 റുപ്പീസ് ആണ്. ഓക്കെ, ഇതാണ് ആപ്ലിക്കേഷൻ ഫീയും ഇമ്പോർട്ടന്റ് ഡേറ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. ഇനി നമുക്ക് നമ്മൾ ഈ യുജി നെറ്റിനെ അപ്ലൈ ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ആപ്ലിക്കേഷനുമായി ബന്ധപ്പെട്ടുള്ള പ്രൊസീജിയർ സംസാരിക്കുന്നതിന് മുന്നേ തന്നെ ഫസ്റ്റ് ചെയ്യേണ്ട കാര്യം എന്താ അറിയോ? നിങ്ങൾ ഡിജി ലോക്കറുമായി ബന്ധപ്പെട്ടുള്ള ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ ഞാനത് എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത് ഞാൻ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് പറഞ്ഞുതരാം. ഫസ്റ്റ് എന്താണ്, നിങ്ങൾ ഗൂഗിളിൽ പോയിട്ട് ഡിജി ലോക്കർ ജസ്റ്റ് സെർച്ച് ചെയ്യുക. അപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതുപോലെയുള്ള ഒരു പാനൽ കാണാൻ പറ്റും. ഓക്കെ, ഒരു പേജ് നിങ്ങളുടെ മുന്നിലോട്ട് വരും. അപ്പൊ ഇതാണ് ഇതിന്റെ ഒരു ഒഫീഷ്യൽ ആയിട്ടുള്ള ലിങ്ക്. അപ്പൊ നിങ്ങൾ ഇത് ക്ലിക്ക് ചെയ്യാം. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഓപ്ഷൻ വരും. ഓക്കെ, ഫസ്റ്റ് നിങ്ങൾ ആ ഒരു ഹോം പേജിൽ ഈ ഒരു ഓപ്ഷനാണ് നിങ്ങൾക്ക് കാണിക്കുക. ഓക്കെ, അപ്പൊ ഈ ഒരു ഓപ്ഷനിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ഇവിടെ ലോഗിൻ ഓർ രജിസ്റ്റർ എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ടാവും. ഓക്കെ, അപ്പൊ നിങ്ങൾ പുതുതായിട്ട് ഡിജി ലോക്കറിൽ നിങ്ങളെ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്ന ആളാണെന്നുണ്ടെങ്കിൽ ഇവിടെ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ രജിസ്റ്റർ എന്നുള്ള ഒരു ഓപ്ഷൻ നിങ്ങൾ എന്ത് ചെയ്യുക, അവിടെ ക്ലിക്ക് ചെയ്യാം. അപ്പൊ രജിസ്റ്റർ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നെക്സ്റ്റ് ഇങ്ങനെ ഒരു ഓപ്ഷൻ വരും. ഓക്കെ, ലോഗിൻ ഓർ ക്രിയേറ്റ് അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട്. അപ്പൊ നിങ്ങൾ ഇവിടെ എന്ത് ചെയ്യുക, നിങ്ങളുടെ മൊബൈൽ നമ്പർ കൊടുക്കുക. ഓക്കെ, അപ്പൊ ആധാറുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പർ കൊടുക്കാൻ വേണ്ടി നിങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കുക. അപ്പൊ ഈ നമ്പർ നിങ്ങൾ ഇവിടെ കൊടുത്തു കഴിഞ്ഞിട്ട് അവിടെ കണ്ടിന്യൂ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നേരെ എന്ത് ചെയ്യും, അടുത്തൊരു പേജിലോട്ട് വരും. സോ ഈ പേജിൽ എന്താ കൊടുക്കേണ്ടത്,
ആധാർ കാർഡാണ്, ആധാർ നമ്പറാണ്. ഓക്കെ, അപ്പൊ നിങ്ങൾ മൊബൈൽ നമ്പർ കൊടുത്തതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, ഇവിടെ എത്തിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ആധാർ നമ്പർ നിങ്ങൾ കൊടുക്കുക. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, അതിനുശേഷം എന്ത് ചെയ്യുക, അവിടെ വെരിഫൈ എന്ന് പറഞ്ഞിട്ട് വെരിഫിക്കേഷന്റെ ആ ഒരു പിന്നെ ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ മൊബൈൽ നമ്പറിലോട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യും, ഒരു OTP വരും. ഓക്കെ, അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, ആ OTP എന്ത് ചെയ്യുക, അതിൽ ജസ്റ്റ് ഒന്ന് അടിച്ചു കൊടുക്കുക. ഫൈൻ. അപ്പോൾ OTP അടിച്ചതിന് ശേഷം നിങ്ങൾക്ക് എന്ത് ചെയ്യും, ഇതുപോലത്തെ നെക്സ്റ്റ് ഒരു പേജ് വരും. അപ്പൊ ഈ ഒരു പേജിൽ നിങ്ങൾ എന്താണ്, ഇവിടെ നിങ്ങളുടെ ഫുൾ നെയിം, ഇത് നിങ്ങൾ എന്ത് ചെയ്യണം, ആധാറിൽ എങ്ങനെയാണോ ഉള്ളത് അതേപോലെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, ഫുൾ നെയിം കൊടുക്കുക, നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കുക, നിങ്ങളുടെ ജെൻഡർ, അതുപോലെ തന്നെ ഇമെയിൽ ഐ ഡിയിൽ നിങ്ങൾക്ക് OTP വന്നു കഴിഞ്ഞാൽ ആക്സസ് ചെയ്യാൻ പറ്റുന്ന ഇമെയിൽ. ഇപ്പൊ പല ആളുകളും ചിലപ്പോൾ അവർ യൂസ് ചെയ്യാത്ത ഇമെയിൽ ഐ ഡി കൊടുക്കും. അപ്പൊ അങ്ങനെ കൊടുക്കുന്നതിന് പകരം നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ കൃത്യമായിട്ട് ആക്സസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഇമെയിൽ ഐ ഡി നിങ്ങൾ നിർബന്ധമായിട്ട് എന്ത് ചെയ്യുക, ഇവിടെ കൊടുത്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, അവിടെ സബ്മിറ്റ് ചെയ്യുക. ഫൈൻ. അത് സബ്മിറ്റ് ചെയ്തതിനു ശേഷം നിങ്ങൾ എന്ത് ചെയ്യണം, ഒരു സെക്യൂരിറ്റി പിൻ നിങ്ങൾ എന്ത് ചെയ്യണം, അവിടെ സെറ്റ് ചെയ്യണം. ഓക്കെ, അത് ടോട്ടൽ 6 അക്കമുള്ള ഒരു സെക്യൂരിറ്റി പിൻ ആണ്. അത് നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾക്ക് എപ്പോഴും റിമെയിൻ ചെയ്യാൻ പറ്റുന്ന, കാരണം ഈ ഡിജി ലോക്കർ എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വളരെ ഇമ്പോർട്ടന്റ് വേണ്ടുന്ന ഒരു കാര്യമാണ്. അതായത് നിങ്ങളെ യൂസ് നെറ്റിന് വേണ്ടിയിട്ട് മാത്രം നിങ്ങൾ യൂസ് ചെയ്യാൻ പാടില്ല. നിങ്ങളുടെ പിന്നെ ആധാർ കാർഡ്, നിങ്ങളുടെ ലൈസൻസ്, നിങ്ങളുടെ ഡിഗ്രി സർട്ടിഫിക്കറ്റ്സ്, അപ്പൊ ഇത് ഗവൺമെന്റിന്റെ തന്നെ ഒരു ഇനീഷ്യേറ്റീവ് ആണ്. ഇതിന്റെ ഒരു ആപ്ലിക്കേഷൻ അവൈലബിൾ ആണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, ഇത് യൂട്ടിലൈസ് ചെയ്യുക. ഇതൊരു ഇന്ത്യൻ കോമൺ മാനെ സംബന്ധിച്ചിടത്തോളം വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ ആണ്. അപ്പോൾ ഇപ്പൊ നിങ്ങൾക്ക് ഇൻ കേസ് എന്തെങ്കിലും മിസ്സാകുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ ഡിജിറ്റൽ ആയിട്ടുള്ള പ്രൂഫ് നിങ്ങളുടെ കയ്യിലുണ്ട്. ഓക്കെ, ഇവിടെ നിങ്ങൾ എന്ത് ചെയ്യുക, സെക്യൂരിറ്റി പിന്ന് നിങ്ങൾ തന്നെ സെറ്റ് ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുക, ഇവിടെ കംപ്ലീറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഡിജി ലോക്കറിന്റെ പ്രോസസ്സ് കഴിഞ്ഞു. ഇത്രയേ ഉള്ളൂ ഡിജി ലോക്കറിന്റെ ഒരു പ്രോസസ്സ് വരുന്നത്. ഓക്കെ, വളരെ ചെറിയ സ്റ്റെപ്സുകൾ മാത്രമേ ഉള്ളൂ. അപ്പൊ ഒരുപാട് കൺഫ്യൂഷൻസ് ഇതിൽ വരാനൊന്നുമില്ല. ഈ പറഞ്ഞ രീതിയിൽ നിങ്ങൾക്ക് ഇനി ഈ ഞാൻ ഫസ്റ്റ് കൊടുത്ത ഈ വെബ്സൈറ്റ് വഴി നിങ്ങൾക്ക് കയറാം. അങ്ങനെയല്ല, നിങ്ങൾക്ക് ഡിജി ലോക്കറിന്റെ ആപ്ലിക്കേഷൻ തന്നെ ഉണ്ട്, അവൈലബിൾ ആണ് പ്ലേ സ്റ്റോറിലും അതുപോലെ തന്നെ പിന്നെ ആപ്പിൾ സ്റ്റോറിലൊക്കെ അവൈലബിൾ ആണ്. സോ അത് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതുവഴി നിങ്ങൾക്ക് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ഫൈൻ. അപ്പൊ സെക്യൂരിറ്റി പിൻ കൊടുക്കുക, നിങ്ങൾ അത് കംപ്ലീറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ അങ്ങനെ നിങ്ങൾ അത് ചെയ്തതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, യുജിസി ഒഫീഷ്യൽ വെബ്സൈറ്റിലോട്ട് വരിക. ഓക്കെ, ഇതാണ് ഒഫീഷ്യൽ വെബ്സൈറ്റ്, ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഈ ഒഫീഷ്യൽ വെബ്സൈറ്റിലോട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഫസ്റ്റ് കാണുന്ന ഇന്റർഫേസ് ഈ രീതിയിലായിരിക്കും. അതായത് ഇവിടെ ലെഫ്റ്റ് ഫസ്റ്റ് ഈ ഒരു കോളത്തില് ഡൗൺലോഡ് ഇൻഫർമേഷൻ ബുള്ളറ്റിൻ, അത് അതിന്റെ ബ്രോഷറുമായി ബന്ധപ്പെട്ടിട്ടാണ്. യുജിസി ബ്രോഷറും അതിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെയാണ്. രണ്ടാമത്തെ എന്താണ്, ന്യൂ രജിസ്ട്രേഷൻ ആണ്. നിങ്ങൾ ന്യൂ രജിസ്ട്രേഷൻ കഴിഞ്ഞിട്ട് ഏതെങ്കിലും ഒരു സ്റ്റെപ്പിന്റെ ഇടയിൽ തിരിച്ചു പോവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പിന്നെ ലോഗിൻ ചെയ്യേണ്ടത് ഇതിലൂടെയാണ്. നിങ്ങൾ ഓൾറെഡി രജിസ്റ്റേർഡ് കാൻഡിഡേറ്റ്സിന് വീണ്ടും ലോഗിൻ ചെയ്യാനാണ് ഈ മൂന്നാമത്തെ ഓപ്ഷൻ. അപ്പൊ നിങ്ങൾ പുതുതായിട്ട് രജിസ്റ്റർ ചെയ്യുന്ന ആളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ന്യൂ രജിസ്ട്രേഷൻ എന്നുള്ള ഒരു ഓപ്ഷൻ നിങ്ങൾ എന്ത് ചെയ്യുക, അവിടെ ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു പിന്നെ പേജിലോട്ട് വരും. അവിടെ നിങ്ങൾ യുജിസി പിന്നെ എക്സാം ഫീസും അതിന്റെ കുറച്ച് റൂൾസും റെഗുലേഷൻസും കാര്യങ്ങളൊക്കെയാണ്. അപ്പൊ അതിന്റെ താഴെ ഞാൻ കാണിച്ചു തരാം. ഇവിടെ എന്ത് ചെയ്യാം, ഇവിടെ ഒരു ടിക്ക് കൊടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, ഇവിടെ ജസ്റ്റ് അത് എക്സ്പ്ലെയിൻ കണ്ടിന്യൂ കൊടുക്കുക. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ പോകുന്നത് നെക്സ്റ്റ് ഈ ഒരു പേജിലോട്ടായി. അതായത് ഇവിടെയാണ് പിന്നെ നിങ്ങൾ ഡിജി ലോക്കർ, നിങ്ങൾ മുന്നേ ഉണ്ടാക്കിയിട്ടുള്ള, നിങ്ങൾ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഡിജി ലോക്കർ ഡീറ്റെയിൽസ് നിങ്ങൾ ഇവിടെയാണ് കൊടുക്കേണ്ടത്. അപ്പൊ നിങ്ങൾ അവിടെ ഡിജി ലോക്കർ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങൾ മൊബൈൽ നമ്പർ കൊടുക്കണമല്ലോ. അപ്പൊ ഇവിടെ എന്ത് ചെയ്യുക, ആ മൊബൈൽ നമ്പർ നിങ്ങൾ എന്ത് ചെയ്യുക, ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, എന്നിട്ട് നെക്സ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും, അവിടെ OTP വരും. OTP വന്നതിന് ശേഷം നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു പേജ് വരും. ഓക്കെ, ഈ പേജ് എന്താ ചോദിക്കുന്നത് വെച്ച് കഴിഞ്ഞാല് നിങ്ങളുടെ ഡിജി ലോക്കർ എന്ത് ചെയ്യാണ്, നിങ്ങളെ NTA ആക്സസ് കൊടുക്കുകയാണ്. ഓക്കെ, അപ്പൊ നിങ്ങൾ എന്താ ഇവിടെ ആധാർ കാർഡ് മാത്രം ടിക്ക് ചെയ്താൽ മതിയാകും. ഓക്കെ, അപ്പൊ ഇവിടെ നിങ്ങൾ ആധാർ കാർഡ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് ആധാർ കാർഡ് മാത്രം കൊടുക്കുക. ഇനി അല്ലെ സെലക്ട് എല്ലാം കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സെലക്ട് കൊടുക്കുക. ഇറ്റ്സ് അപ് ടു യു. ഓക്കെ, അത് കൊടുത്തു കഴിഞ്ഞതിന് ശേഷം എന്താണ്, നിങ്ങൾ ഇവിടെ എലോ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് പേജിലോട്ട് പോകും. ഓക്കെ, അത് ഫൈനൽ പേജ് ആണ്. അതായത് ഡിജി ലോക്കർ ഒതന്റിക്കേഷൻ സബ്മിറ്റഡ് ആൻഡ് സക്സസ്ഫുള്ളി കംപ്ലീറ്റഡ്. അതായത് അതോടുകൂടി ഡിജി ലോക്കറുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. നിങ്ങൾ നെക്സ്റ്റ് ഇതിന്റെ ഡീറ്റെയിൽസ് കൊടുക്കേണ്ട പേജിലോട്ട് നിങ്ങൾ എന്ത് ചെയ്യും, അടുത്ത ഇതിലോട്ട് ക്ലിക്ക് ഹിയർ ടു പ്രോസസ് ഫോർ രജിസ്ട്രേഷൻ എന്നുള്ള ഒരു ഓപ്ഷനിലോട്ട്. ഓക്കെ, അപ്പൊ ഈ ഒരു രജിസ്ട്രേഷന്റെ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ എന്താണ്, ഈ പറയപ്പെടുന്ന കാര്യങ്ങളൊക്കെയാണ് പിന്നെ ഫില്ല് ചെയ്യേണ്ടത്. നിങ്ങളുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് ചോദിക്കും, നിങ്ങളുടെ നെയിം, ഡേറ്റ് ഓഫ് ബർത്ത്, കാറ്റഗറി, അഡ്രസ്സ്, എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ ചോദിക്കും. അതുപോലെ തന്നെ നെറ്റിന്റെ സബ്ജക്ട്സ് നിങ്ങൾക്ക് സെലക്ട് ചെയ്യേണ്ടി വരും. എക്സാം സിറ്റി പ്രിഫറൻസ് നിങ്ങൾ സെലക്ട് ചെയ്യണം. മീഡിയം ഓഫ് എക്സാമിനേഷൻ നിങ്ങൾ എന്ത് ചെയ്യണം, സെലക്ട് ചെയ്യണം. ഇവിടെയാണ് ഇനി അടുത്ത ഒരു ആള് വരുന്നത്. ആരാണ്, ഈ പറയുന്ന കാറ്റഗറി സർട്ടിഫിക്കറ്റ്. ഓക്കെ, അപ്പൊ കാറ്റഗറി ഞാനിപ്പോ OBC NCL ഞാൻ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഒരു ഇന്റർഫേസ് കാണിച്ചു തരാം. സെക്കൻഡ്, ഇവിടെയാണ്.
അതായത് ഇവിടെ കണ്ടോ, ഇപ്പൊ ഞാൻ ഇവിടെ കാറ്റഗറി എന്ന് പറയുന്നുണ്ട്. കാറ്റഗറിയിൽ ഞാൻ OBC NCL ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കൺഫേം കാറ്റഗറി ഇട്ട് എന്ത് ചെയ്യുക, അങ്ങനെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ കാറ്റഗറി സർട്ടിഫിക്കറ്റ് ഉണ്ടോ ചോദിക്കുന്നുണ്ട്. അപ്പൊ ഞാൻ ഇവിടെ ഇപ്പോ യെസ് ആ കൊടുക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ കാറ്റഗറി സർട്ടിഫിക്കറ്റിന്റെ സോറി, ഞാൻ ഇവിടെ നോ കൊടുക്കുകയാണെന്ന് ഇപ്പൊ സപ്പോസ് ഫോർ എക്സാമ്പിൾ എന്റെ കയ്യിൽ പിന്നെ ഈ പറയുന്ന കാറ്റഗറി സർട്ടിഫിക്കറ്റ് ഇല്ല, ഞാൻ അപ്പൊ എന്ത് ചെയ്യാണ്, നോ. പക്ഷെ ഞാൻ എന്ത് ചെയ്തു, അപ്ലൈ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഞാൻ എന്ത് ചെയ്യണം, അതിന്റെ ആപ്ലിക്കേഷൻ റിസീപ്റ്റ് നമ്പർ ഞാൻ അവിടെ കൊടുക്കണം. അതുപോലെ തന്നെ എപ്പോഴാണ് അപ്ലൈ ചെയ്തതെന്ന് ഞാൻ കൊടുക്കണം. നെയിം ഓഫ് അതോറിറ്റി വേർ അപ്ലൈഡ് ഫോർ കാറ്റഗറി സർട്ടിഫിക്കറ്റ്, ഇത് മൂന്നും കൊടുക്കണം. ഓക്കെ, അതായത് എന്റെ കയ്യിൽ കാറ്റഗറി സർട്ടിഫിക്കറ്റ് ഇല്ല. അപ്പൊ ഞാൻ എന്ത് ചെയ്യാണ്, ഞാൻ നോ കൊടുക്കുകയാണ്. പക്ഷെ നോ കൊടുക്കുമ്പോൾ എന്ത് ചെയ്തിരിക്കണം, ഞാൻ ഓൾറെഡി അപ്ലൈ ചെയ്തായിരിക്കണം. ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്, OBC NCL സർട്ടിഫിക്കറ്റ് നമുക്ക് പ്രധാനമായിട്ട് രണ്ട് അതോറിറ്റീസ് ആണ് പ്രൊവൈഡ് ചെയ്യുക. ഒന്ന് വില്ലേജ് ഓഫീസറാണ്. ഓക്കെ, വില്ലേജ് ഓഫീസറാണ്. അത് സ്റ്റേറ്റിന്റെ ആവശ്യങ്ങൾക്ക് മാത്രമാണ് ഈ OBC NCL വാലിഡ് ആയിട്ടുള്ളൂ. പക്ഷെ ഇത് സെൻട്രൽ ഗവൺമെന്റ് നടത്തുന്ന എക്സാം ആയതുകൊണ്ട് തന്നെ നിങ്ങൾ ഇത് പൊതുവെ പ്രൊവൈഡ് ചെയ്യുക തഹസിൽദാറാണ്. ഓക്കെ, വില്ലേജ് ഓഫീസർ അത് അവിടുന്ന് പാസ് ചെയ്തിട്ട് തഹസിൽദാർ എന്ത് ചെയ്യണം, അത് സൈൻ ചെയ്തിട്ട് തിരിച്ചു തരുന്ന രീതിയിലാണ്. ഇതാണ് സെൻട്രൽ ലെവൽ എന്ത് ഈ പറയുന്ന NCL ഓഫീസർ. ഇപ്പൊ നിങ്ങൾ അക്ഷയയിൽ അപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് ആദ്യം മുൻകൂട്ടി പറയണം കേട്ടോ, അത് പല ആളുകളും ചെയ്യാൻ ചിലപ്പോൾ വിട്ടുപോകും. അതായത് സെൻട്രൽ സെക്ടർ OBC NCL സർട്ടിഫിക്കറ്റ് ആണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, ഈ ഒരു ഭാഗത്ത് കൃത്യമായിട്ട് കൊടുക്കേണ്ടത്. ഓക്കെ, അപ്പൊ അത് കിട്ടാൻ ഒരു ഇത്തിരി ടൈം എടുക്കും. അതുകൊണ്ട് തന്നെ നിങ്ങൾ പെട്ടെന്ന് കൊടുക്കുക. ഇനി ഇൻ കേസ് കിട്ടിയിട്ടില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, അത് പിന്നെ ഈ പറഞ്ഞ രീതിയിൽ ആ ആപ്ലിക്കേഷൻ റിസീപ്റ്റ് നമ്പർ കൊടുക്കുക, ഏത് ദിവസം നിങ്ങൾ അപ്ലൈ ചെയ്ത് അത് കൊടുക്കുക. അതുപോലെ തന്നെ അതോറിറ്റി, അതായത് തഹസിൽദാർ ആണെങ്കിൽ തഹസിൽദാർ എന്ന രീതിയിൽ നിങ്ങൾ എന്ത് ചെയ്യുക, അവിടെ അതോറിറ്റിനെ കൊടുക്കുക. ഇനി ഇൻ കേസ് നിങ്ങൾക്ക് ഓൾറെഡി നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് നിങ്ങളുടെ കയ്യിലുണ്ട് എന്ന് വിചാരിക്കുക. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, അവിടെ കൺഫേം കാറ്റഗറി കൊടുക്കുക. കാറ്റഗറി കൺഫേം കാറ്റഗറി. ഓക്കെ, സോറി, ഇത് ഓൾറെഡി ഇത് നമ്മൾ ഇഷ്യൂ ചെയ്തിട്ടില്ലെങ്കിലാണ്. ഇനി നിങ്ങൾക്ക് ഓൾറെഡി സർട്ടിഫിക്കറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ എന്തുണ്ടാവും, കാറ്റഗറി സർട്ടിഫിക്കറ്റ് നമ്പർ എന്ന് പറഞ്ഞൊരു ഒരു ഓപ്ഷൻ ഉണ്ടാവും. ഇത് നോ കൊടുത്തു കഴിഞ്ഞാൽ ഓപ്ഷൻ ആണ്. യെസ് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ എന്തുണ്ടാവും, കാറ്റഗറി സർട്ടിഫിക്കറ്റ് നമ്പർ എന്ന് പറഞ്ഞിട്ടുണ്ടാവും. അവിടെ നിങ്ങൾ എന്ത് ചെയ്യുക, കാറ്റഗറി സർട്ടിഫിക്കറ്റ് നമ്പർ കൊടുക്കുക. അത്രേ വ്യത്യാസമുള്ളൂ. ഫൈൻ. അപ്പൊ ഇത് രണ്ട് കൊടുത്തു കഴിഞ്ഞാൽ കാറ്റഗറി സർട്ടിഫിക്കറ്റിന്റെ പ്രശ്നം കഴിഞ്ഞു. ഓക്കെ, ഇനി അതേ സമയത്ത് UGC നെറ്റ് സബ്ജക്ട്സ്. ഓക്കെ, സബ്ജക്ട്സുമായി ബന്ധപ്പെട്ടിട്ട് എന്താണ് പ്രധാനമായിട്ടുള്ള അപ്ഡേഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് വന്ന സർക്കുലർ ആണ്. അതായത് ഇപ്പോ എനിക്ക് MCOM ഉണ്ട്, അതുപോലെ തന്നെ MBA ഉണ്ട്. അപ്പോ ഞാൻ എന്ത് ചെയ്യും, സ്വാഭാവികമായിട്ടും കൊമേഴ്സിന് അപ്ലൈ ചെയ്യും, അതുപോലെ തന്നെ മാനേജ്മെന്റിന് അപ്ലൈ ചെയ്യും. പക്ഷെ ഇനി മുതൽ അത് പോസിബിൾ അല്ല. ഈ സൈക്കിൾ, അതായത് ഒരു സൈക്കിളില് UGC നെറ്റ് എക്സാമിന് എനിക്ക് ഒറ്റ എക്സാമിന് അപ്ലൈ ചെയ്യാൻ പറ്റും. അതായത് എനിക്ക് വേണമെങ്കിൽ ജൂണിന് MCOM അപ്ലൈ ചെയ്യാം, ഒരു ഡിസംബറിന് MBA അപ്ലൈ ചെയ്യാം. അതായത് ഒറ്റ സൈക്കിളിൽ തന്നെ രണ്ട് എക്സാം എനിക്ക് എന്ത് ചെയ്യാൻ പറ്റൂല, എഴുതാൻ പറ്റൂല. അപ്പൊ ഞാൻ ആദ്യം MCOM കൊടുത്തു ആപ്ലിക്കേഷന്, രണ്ടാമത് MBA കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആദ്യത്തെ ആപ്ലിക്കേഷൻ കട്ടായിട്ട് രണ്ടാമത്തെ ആപ്ലിക്കേഷൻ അവർ എന്ത് ചെയ്യുള്ളൂ, അത് ആക്സെപ്റ്റ് ചെയ്യും. ഇതാണ് ഇന്ന് വന്ന സർക്കുലർ പ്രകാരം ഉണ്ടായിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു മാറ്റം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ കാറ്റഗറിന്റെ ഭാഗത്തുള്ള മാറ്റങ്ങൾക്ക് മനസ്സിലായാലും OBC NCLന്റെ ഭാഗം. ഇനി ഈ പറയുന്ന സബ്ജക്റ്റുമായി ബന്ധപ്പെട്ട വിഷയമാണ് ഞാനിപ്പോ ഇവിടെ ഡിസ്കസ് ചെയ്തത്. ഓക്കെ, സോ ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട ഈ ഒരു ഭാഗത്ത് സ്റ്റെപ്പ് 2 വരുന്ന പ്രധാനപ്പെട്ട അപ്ഡേഷൻസ് വന്നിട്ടുള്ള കാര്യങ്ങൾ. ഓക്കെ, ഇനി സ്റ്റെപ്പ് 3 വന്നിട്ടുള്ള വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നുമില്ല, അത് ലൈവ് ഫോട്ടോഗ്രാഫ് അപ്ലോഡ് ചെയ്യലുണ്ട് രജിസ്ട്രേഷന്റെ സമയത്ത്. ഓക്കെ, അത് നിങ്ങൾക്ക് തന്നെ ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. ജസ്റ്റ് അത് ക്ലിക്ക് ചെയ്ത് തന്നെ അവരൊരു സ്പെസിഫിക് ആയിട്ടുള്ള ക്യാമറ ഓൺ ചെയ്ത് നമ്മളെ കൃത്യമായിട്ട് അതായത് നമ്മുടെ മുഖം ക്ലിയർ ആയിട്ട് കാണുന്ന രീതിയിലുള്ള ഒരു ഫോർമാറ്റ് അവർ പറയും. അതിനനുസരിച്ച് നിങ്ങൾ എന്ത് ചെയ്യുക, ലൈവ് ആയിട്ട് ഒരു ഫോട്ടോഗ്രാഫ് എടുക്കുക, റീസെന്റ് ആയിട്ടുള്ള പാസ്പോർട്ട് സൈസ് ഫോട്ടോ, പിന്നെ നിങ്ങളുടെ സൈന് കാറ്റഗറി സർട്ടിഫിക്കറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ എന്ത് ചെയ്യണം, ആ ഒരു ഭാഗത്ത് അപ്ലോഡ് ചെയ്യണം. ഫൈൻ. ഇനി എന്താണ്, അത് സ്റ്റെപ്പ് 3 ആണ്. ഇനി സ്റ്റെപ്പ് 4 ലാസ്റ്റ് സ്റ്റെപ്പ് വരുന്നത് എന്താണ്, പേയ്മെന്റ് ഓഫ് ആപ്ലിക്കേഷൻ ഫീ ആണ്. ഓക്കെ, ഓൺലൈൻ മോഡാണ്. പിന്നെ അതിനുശേഷം നിങ്ങൾക്ക് എന്താണ്, ആ റെസിപ്റ്റ് നിങ്ങൾക്ക് സേവ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഫെർദർ ആയിട്ടുള്ള എന്തെങ്കിലും കമ്മ്യൂണിക്കേഷൻ ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് യൂസ് ചെയ്യാൻ പറ്റും. ഫൈൻ. ഇനി കറക്ഷൻ വിൻഡോവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് അപ്ഡേഷൻസ് ആണ്. ഓക്കെ, സോ കറക്ഷൻ വിൻഡോ ഓപ്പൺ ചെയ്യുന്നത് 22 മുതൽ 24 മെയ് 2026 വരെയാണ്. എന്തൊക്കെയാണ് ചേഞ്ചസ് അലൗഡ് ആയിട്ടുള്ളത്? കാൻഡിഡേറ്റ്സ് ക്യാൻ മോഡിഫൈ ഡേറ്റ് ഓഫ് ബർത്ത്. നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് നിങ്ങൾക്ക് മാറ്റാൻ പറ്റും. നിങ്ങളുടെ കാറ്റഗറിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നിങ്ങൾക്ക് മാറ്റാൻ പറ്റും. നിങ്ങളുടെ ഫാദേഴ്സ് നെയിം മാറ്റാൻ പറ്റും, മദേഴ്സ് നെയിം മാറ്റാൻ പറ്റും. ഓക്കെ, ഇനി ചേഞ്ചസ് നോട്ട് അലൗഡ്, നിങ്ങൾക്ക് ഒരു മാറ്റാൻ സാധിക്കാത്ത കുറച്ച് കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കാൻഡിഡേറ്റ്സിന്റെ നെയിം, അവരുടെ ജെൻഡർ,
ഫോട്ടോഗ്രാഫ്, സൈന്, മൊബൈൽ നമ്പർ, ഇമെയിൽ അഡ്രസ്സ്, പെർമനന്റ് അഡ്രസ്സ്, കറസ്പോണ്ടന്റ് അഡ്രസ്സ്, എക്സാം സിറ്റി പ്രിഫറൻസ്. ശ്രദ്ധിക്കണേ, ഇതൊന്നും ഒരിക്കലും മാറ്റാൻ പറ്റില്ല. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം, ഈ കാര്യങ്ങളെ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഈ സെക്ഷൻസ് നിങ്ങൾ എന്ത് ചെയ്യണം, കൃത്യമായിട്ട് ശ്രദ്ധിച്ചിട്ട് മാത്രമേ കൊടുക്കാവൂ. ഓക്കെ, ഒരു പെടുന്നതിനെ എടുത്തു ചാട്ടി നിങ്ങൾ ആ ഒരു ഭാഗത്ത് അപ്ലൈ ചെയ്യാൻ പാടില്ല. ഓക്കെ, അപ്പൊ ഇതൊക്കെ ശ്രദ്ധിച്ചിട്ട് മാത്രം നിങ്ങൾ എന്ത് ചെയ്യുക, ആ സെക്ഷൻസ് ഒക്കെ ഫില്ല് ചെയ്യുക. ഫൈൻ. ഇനി എലിജിബിലിറ്റി ക്രൈറ്റീരിയയിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ മാസ്റ്റേഴ്സ് ഡിഗ്രി ആണ് വേണ്ടത്. ജനറൽ അല്ലെങ്കിൽ എക്കണോമിക് വീക്കർ സൊസൈറ്റി ആണെന്നുണ്ടെങ്കിൽ 55%, OBC NCL SC ST PWD തേർഡ് ജെൻഡർ ആണെന്നുണ്ടെങ്കിൽ 50% മാർക്കുമാണ് ഇതിന്റെ എലിജിബിലിറ്റി ക്രൈറ്റീരിയ. ഇനി എന്താണ്, ഫൈനൽ ഇയർ സ്റ്റുഡൻസിന് എന്താണ്, ഈ ഒരു ഭാഗത്ത് റിസൾട്ട് അവൈലബിൾ ആയിട്ടുള്ള സ്റ്റുഡൻസിനും അതുപോലെ റിസൾട്ട് ഡിലേഡ് ആയിട്ടുള്ള ആളുകൾക്കും എന്ത് ചെയ്യാൻ പറ്റും, ഇത് അപ്ലൈ ചെയ്യാൻ പറ്റും. ഓക്കെ, പിന്നെന്താണ് നെക്സ്റ്റ് വരുന്നത് 4-year ബാച്ചിലർ ഡിഗ്രി കാൻഡിഡേറ്റ്സുമായി ബന്ധപ്പെട്ടാണ്. 4 വർഷത്തെ ബാച്ചിലർ ഡിഗ്രി കഴിഞ്ഞ ആളുകൾക്ക് നെറ്റ് എഴുതാനുള്ള പ്രൊവിഷൻ ഉണ്ട്. അവർക്ക് പക്ഷെ എന്താണ് 75% മാർക്ക് നിർബന്ധമായിട്ട് വേണം. 5% റിലാക്സേഷൻ OBC NCL ST SC ST കാറ്റഗറിയിലെ ആളുകൾക്കൊക്കെ എന്താണ് 70% മതിയാകും. ഓക്കെ, അവർക്ക് എന്താണ് വേറൊരു കാര്യമുണ്ട്, അവർക്ക് JRFനും PhD അഡ്മിഷനും മാത്രമേ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. ബട്ട് ദേ ആർ നോട്ട് ആപ്ലിക്കബിൾ ഫോർ അസിസ്റ്റന്റ് പ്രൊഫസർ. അസിസ്റ്റന്റ് പ്രൊഫസറിലേക്കുള്ള ആ ഒരു പൊസിഷനിലോട്ട് അവരെന്തല്ല, അല്ലെങ്കിൽ ആ ഒരു ആപ്ലിക്കേഷൻ അവർക്ക് എന്തല്ല, വാലിഡ് അല്ല. അവർക്ക് JRFും PhD അഡ്മിഷൻ മാത്രമാണ് അവർക്ക് വാലിഡ് ആയിട്ടുള്ളൂ. ഓക്കെ, ഇതാണ് 4-year ബാച്ചിലർ ഡിഗ്രി കാൻഡിഡേറ്റ്സ് ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. ഓക്കെ, ഇനി ഏജ് ലിമിറ്റിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ മാക്സിമം ഏജ് വരുന്നത് 30 years ആണ്. ഓക്കെ, ജൂൺ 2026 ഒന്നിനേക്ക് 30 വയസ്സ് ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ 30 വയസ്സിന് താഴെ ആയിരിക്കണം. ഓക്കെ, മാക്സിമം ഏജ് ആണ്. ഫൈൻ. റിലാക്സേഷൻ അവൈലബിൾ 5 വയസ്സ് വരെ എക്സ്ട്രാ ആയിരിക്കും എടുക്കാൻ പറ്റും. SC ST OBC NCL PWD വിമൻ തേർഡ് ജെൻഡർ. പിന്നെ റിസർച്ച് എക്സ്പീരിയൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതും കൺസിഡർ ചെയ്യും. LLM ഡിഗ്രി ഹോൾഡേഴ്സിന് 3 വർഷം എക്സ്ട്രാ ഉണ്ട്. അതുപോലെ തന്നെ ആർമഡ് ഫോഴ്സസ് ഗവൺമെന്റ് നിയമപ്രകാരം എന്താണ്, അവർക്കും ഏജിന് എക്സ്റ്റൻഷൻ ഉണ്ട്. ഇതാണ് ഏജ് ലിമിറ്റുമായി ബന്ധപ്പെട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കുറച്ച് മാറ്റങ്ങൾ. ഇത് ഓൾറെഡി ഉള്ള കാര്യങ്ങളാണ്. പിന്നെ ഇത് പറയുമ്പോൾ അതും കൂടി പറഞ്ഞു പോകുന്ന കരുതിയിട്ടാണ്. പിന്നെ എക്സാമിന്റെ പാറ്റേൺ എല്ലാവർക്കും അറിയുന്നതാണ്. ടോട്ടൽ എത്രയാണ്, എന്താണ്, ടോട്ടൽ ക്വസ്റ്റ്യൻ 150 ആണ്, മാർക്സ് 300 ആണ്, ടോട്ടൽ ടൈം 180 minutes ആണ്. പേപ്പർ 1 50 ക്വസ്റ്റ്യൻസ് ആണ്, 2 മാർക്ക് വെച്ചിട്ട് 100 മാർക്കാണ്. ഓക്കെ, പേപ്പർ 2 വരികയാണെന്നുണ്ടെങ്കിൽ 100 ക്വസ്റ്റ്യൻ ആണ്, 2 മാർക്ക് വെച്ചിട്ട് 200 മാർക്കാണ്. ഓക്കെ, അങ്ങനെ ടോട്ടൽ 300 മാർക്സ് ആണ് വരുന്നത്. ടോട്ടൽ ക്വസ്റ്റ്യൻ 150 ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, ഇതാണ് നേരത്തെ ഞാൻ സബ്ജക്ട് സെലക്ഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഇതാണ് 8ാം തീയതി വന്നിട്ടുള്ള പുതിയൊരു നോട്ടിഫിക്കേഷൻ. ഓക്കെ, അതായത് മൾട്ടിപ്പിൾ ആപ്ലിക്കേഷൻ ഫോർ ഡിഫറെന്റ് സബ്ജക്ട്സ് ബൈ ദി സെയിം കാൻഡിഡേറ്റ് വിൽ നോട്ട് ബി ആക്സെപ്റ്റ്. ഓക്കെ, അതായത് മൾട്ടിപ്പിൾ ആയിട്ടുള്ള ആപ്ലിക്കേഷന് ഡിഫറെന്റ് സബ്ജക്ട്സ്, ഒരു കാൻഡിഡേറ്റ് നിങ്ങൾക്ക് മൾട്ടിപ്പിൾ PG ഉണ്ടായാൽ പോലും നിങ്ങൾക്ക് എന്താണ് അവിടെ ഡിഫറെന്റ് സബ്ജക്ട്സിനെ അപ്ലൈ ചെയ്യുന്നതല്ല, പോസിബിൾ അല്ല. നിങ്ങൾക്ക് ഒരു സൈക്കിളിൽ ഒരു എക്സാം ഒരു സബ്ജക്ട് മാത്രമേ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അവിടെ എഴുതാൻ പറ്റുള്ളൂ. ഓക്കെ, അതായത് ഒരൊറ്റ ആപ്ലിക്കേഷൻ ഫോം മാത്രമേ കാൻഡിഡേറ്റ്സിന് സബ്മിറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. നിങ്ങൾ 2 ഫോം നിങ്ങൾ സബ്മിറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ രണ്ടാമത്തെ ഫോം ആക്സെപ്റ്റ് ചെയ്യും, ഒന്നാമത്തെ ഫോം അവിടെ റിജക്ട് ആവും. ഓക്കെ, only the last submitted application will be considered. All the previous application will be rejected. Fine. ഇതാണ് ഈ ഒരു ഭാഗവുമായി ബന്ധപ്പെട്ട കുറച്ച് അപ്ഡേഷൻസ്. അപ്പോ ഇനി നിങ്ങൾക്ക് ഇതിലെന്തെങ്കിലും സംശയം, ഈ PPT നിങ്ങൾക്ക് വേണം എന്നിരുന്നുണ്ടെങ്കിൽ ജസ്റ്റ് നമ്മുടെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്താൽ മതി കേട്ടോ. ജസ്റ്റ് PPT നമ്മുടെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തിട്ട് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മുടെ ഗ്രൂപ്പിൽ ലിങ്ക് ചെയ്യാൻ നോക്കാം. അതിൽ ജസ്റ്റ് നിങ്ങൾ ജോയിൻ ചെയ്തിട്ട് ഈ PPT ഗ്രൂപ്പിൽ ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഫോർവേഡ് ചെയ്ത് തരാം. അതുപോലെ തന്നെ എന്തെങ്കിലും ഫർദർ ആയിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് ബോക്സ് ചോദിക്കാം. ഡീറ്റെയിൽ എന്തെങ്കിലും സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഓൾറെഡി ആ ഗ്രൂപ്പിലുണ്ട്. അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അത് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ ഞാൻ എന്തായാലും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മുടെ ഈ മെഗാ MCQ സീരീസ്. ഓക്കെ, ഓൾറെഡി 2 ടോപ്പിക്സ് കവർ ചെയ്തിട്ടുണ്ട്. ഇനി വരാൻ പോകുന്ന ടോപ്പിക്സുകളൊക്കെ ഞാൻ നെക്സ്റ്റ് ഈ വരുന്ന വീക്കിൽ ഒരു 2-3 വീഡിയോസ് ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ പേപ്പർ 1മായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരുപാട് ഫൗണ്ടേഷണൽ വീഡിയോസും അതിന്റെ PYQs MCQ ഡിസ്കഷൻസ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പെട്ടെന്ന് ആക്സസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ഈ അപ്ഡേഷൻസ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടാനും വേണ്ടി നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് ജോയിൻ ചെയ്യാം. യെസ്, so that's all about today's session. So we'll see you in the next video. Till then, bye and thanks everyone.